അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ 30,000-ഓളം ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ആസാമിൽ നിന്നും കാണാതായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുടനീളമായി പോലീസ് മിന്നൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്രയധികം ബംഗ്ലാദേശികളെ കാണാനില്ല എന്ന വിവരം പുറത്തുവരുന്നതും. ഇവർ തങ്ങളെ നാട് കടത്തുമെന്ന് ഭയപ്പെട്ടിട്ടാകാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടതെന്ന് അല്ലെങ്കിൽ കടന്നു കളഞ്ഞത് ആകാമെന്നാണ് ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത്. ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ചവരാണ് കാണാതായത്. നാടുകടത്തൽ ഭയന്ന് ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നുവെന്നും സംശയമുണ്ട്. ഇവരെ പിടികൂടാൻ ആസാം സർക്കാർ സംസ്ഥാന വ്യാപകമായി തന്നെ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം, പോലീസ്, അതിർത്തി സുരക്ഷാ സേന എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളമായി ഏകോപിതമായ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ധുബ്രി, ഗോർപാറ, കരിംഗഞ്ച്, ബാർപേട്ട എന്നിവിടങ്ങളിലാണ് ഈ ജില്ലകളിലാണ് നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സിൽച്ചാറിനടുത്തുള്ള മേഘാലയ അതിർത്തി പ്രദേശത്ത് നിന്ന് 35 ബംഗ്ലാദേശി പൗരന്മാരെയാണ് പിടികൂടിയത്. ചോദ്യം ചെയ്യലിന് ശേഷം എല്ലാവരെയും ഉടൻ തന്നെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നും അറിയുന്നു. അടുത്തിടെ മാൾട്ടയിലെ വിദേശ തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ചിരുന്ന 102 റോഹിംഗ്യകളെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തപ്പെടും. NRC, അതായത് നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ്, ആ ഒരു അപ്ഡേറ്റ് പ്രക്രിയയിലൂടെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയുന്നത് താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചതായും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുകയും ചെയ്തു. ട്രൈബ്യൂണൽ വിദേശികളായി പ്രഖ്യാപിച്ച ഇവർ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ നൽകിയില്ല. ഇത്തരക്കാർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ് ഉണ്ടായതും. സംസ്ഥാനത്തു നിന്ന് അനധികൃത വിദേശികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്താക്കുന്നതിന് 1950 എമിഗ്രേഷൻ ആക്ട് കർശനമായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും അനധികൃതമായി താമസിച്ച ബംഗ്ലാദേശികളെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്നുകൊണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ തിരുപ്പൂർ നഗരത്തിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന 3 ബംഗ്ലാദേശി പൗരന്മാരെയാണ് പിടികൂടിയത്. മുഹമ്മദ് ഗഗൻ, മുഹമ്മദ് കബീർ, ഹുസൈൻ മുഹമ്മദ് സാന്റോ പ്രാമണിക് എന്നിവരെയായിരുന്നു നല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട് വാടകയ്ക്ക് എടുക്കുവാനും ജോലി ലഭിക്കുവാനും ഇവർ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചതായും പോലീസ് പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി പല സ്ഥലങ്ങളിൽ ജോലി തേടിയ ശേഷം തിരുപ്പൂരിൽ എത്തിയവരാകാം ഇവരെന്നും ഇവർ സമ്മതിച്ചതായും പോലീസ് വ്യക്തമാക്കി. 3 പേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ 2 ദിവസം മുൻപാണ് തിരുപ്പൂർ ജില്ലയിൽ നിന്ന് തന്നെ പല്ലാടത്തിനടുത്തുള്ള ഒരു തുണി കയറ്റുമതി യൂണിറ്റിൽ നിന്ന് രാത്രി വ്യാജരേഖകൾ കൈവശം വെച്ചതിന് 25 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തതും. ജില്ലാ പോലീസ് സൂപ്രണ്ടും ക്യൂ ബ്രാഞ്ചും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക പോലീസും നൽകിയ റിപ്പോർട്ടിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രഹസ്യ വിവരം നൽകിയതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ പിടികൂടിയതും. മാത്രമല്ല, തുടർന്ന് നടത്തിയ പരിശോധനയിൽ 25 ബംഗ്ലാദേശി പൗരന്മാരെയും പോലീസ് പിടികൂടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നിന്നും നിരവധി ബംഗ്ലാദേശി തൊഴിലാളികളെയാണ് പിടികൂടിയത്. പൂങ്കോടി എന്ന ആളുടെ വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചു വന്നത്. സമീപത്തുള്ള നീറ്റ്വെയർ യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാർക്ക് സാധാരണയായി വീട് വാടകയ്ക്ക് നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരിൽ 20 പേർ 5 മാസം മുൻപ് യൂണിറ്റിൽ ചേർന്നവരാണ് എന്നും ബാക്കി 5 പേർ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷമായി കയറ്റുമതി യൂണിറ്റിൽ ജോലി ചെയ്തു വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇവരിൽ നിന്ന് വ്യാജരേഖകൾ പിടിച്ചെടുക്കുകയും വ്യാജരേഖകൾ സമർപ്പിച്ചാണ് ഇവർ ആധാർ കാർഡുകൾ നേടിയെടുത്തതെന്നും തുടർന്ന് ഇവിടേക്ക് താമസം മാറിയതെന്നും പോലീസ് കണ്ടെത്തുകയാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.